എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് വിഷമത്തിലാണ്. അതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങളോട് കാണിക്കുന്നില്ല. ഞാനൊരു അനിമൽ റെസ്ക്യൂറാണ്, ഡോഗ് കാച്ചറാണ്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ വന്ധീകരണത്തിന്റെ ഭാഗമായിട്ട് വന്ധീകരണം ഇപ്പം കേരളത്തിൽ നടപ്പിലാക്കാത്തതുകൊണ്ടും നിർത്തലാക്കിയതുകൊണ്ടും ഇപ്പം പുതിയൊരു പദ്ധതിയായിട്ട് വന്നിരിക്കുകയാണ് റാബിസിന്റെ വാക്സിൻ കുത്തിവയ്പ്പ് എന്നുള്ളത്. നല്ല കാര്യമാണ്, ഞാനും അതിനോട് യോജിക്കുന്നതാണ്. അതിന് പിടിച്ചു കൊടുക്കാൻ കഴിയുന്നവർ അവരോട് എനിക്ക് പ്രത്യേക നന്ദി സ്നേഹമുണ്ട്. പക്ഷെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഡോഗ് കാച്ചർമാരായിട്ട് പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഡോഗ്സിനെ പിടിക്കുന്ന ആളുകൾ ഒരിച്ചിരി കണ്ണിൽ ചോര, അതായത് മൃഗങ്ങളോട് മനുഷ്യരോട് ഒരിത്തിരി അനുകമ്പ ആളുകൾ അതിലേക്ക് ഇറങ്ങുക ഒരിച്ചിരി. കാരണം ഞാനടക്കമുള്ള പല ആളുകളും റെസ്ക്യൂ ചെയ്ത് ട്രീറ്റ് ചെയ്ത് സ്ട്രീറ്റിലുള്ള പല കുഞ്ഞുങ്ങളെയും പിടിച്ചിട്ട് വളരെ പരിതാപകരമാണ്. അതായത് ഇന്നലത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഒരു നായ കരയുന്ന വീഡിയോ, അയ്യോ അയ്യോ എന്നുള്ള രീതിയിൽ കരയുന്നു. അത് പലരും പല രീതിയിൽ എൻജോയ്മെന്റ് ചെയ്ത് പല രീതിയിൽ എഡിറ്റ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ കാണുന്നത് ആ നായനെ കേച്ചനെറ്റിലുള്ള നായനെ ഇരുന്നിട്ട് മുട്ടുകാലുകൊണ്ട് അതിന്റെ ബോഡിയിൽ ചവിട്ടി കുത്തി പിടിച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം വേദന സഹിച്ചിട്ട് പേടി സഹിച്ചിട്ടാണ് ആ കരയുന്നത് എന്ന് പറഞ്ഞാൽ അത് വേദന അനുഭവിക്കുന്ന ഒരു ജീവനെ അറിയുള്ളൂ. എനിക്ക് ഡോഗ് കാച്ചർമാരായ എന്റെ സഹോദരങ്ങളോട്, കൂട്ടുകാരോട്, സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരിച്ചിരി കണ്ണിൽ ചോര, ഒരിച്ചിരി ദയ, പിടിക്കുന്ന മിണ്ടാപ്രാണികളോട് കാച്ചനെറ്റിൽ കുടുങ്ങിയാലെങ്കിലും നിങ്ങൾ അത് ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങളെ കൂടെ വാക്സിൻ എടുക്കാൻ വരുന്ന ഏത് ഉദ്യോഗസ്ഥരാണ് ആരായാലും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. അതായത് ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതും 3 മാസം പ്രായം തികഞ്ഞ കുഞ്ഞുങ്ങൾക്ക്, മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വാക്സിൻ എടുക്കാൻ പാടൂ. അതിന്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വാക്സിൻ എടുത്താൽ ഒരിക്കലും അത് അവർക്ക് ഏൽക്കില്ല. 3 മാസത്തിന്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കാര്യമില്ല. അത് നിങ്ങൾ കൂടുതൽ ഏത് ഡോക്ടർമാരും നിങ്ങൾ മാത്രമല്ല, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബന്ധപ്പെട്ട ആരാണെങ്കിലും എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയാ 3 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കുന്നത് ദയവ് ചെയ്തിട്ട് ഓർക്കുക. അത് ചെയ്യാതിരിക്കുക, അവരവരുടെ വഴിക്ക് വിടുക. കാരണം മാത്രമല്ല, ഇതുവരെ ഞാൻ ചികിത്സിച്ചാലും നോക്കിയതായാലും പല കുഞ്ഞുങ്ങളും 3 മാസത്തിൽ പ്രായമുള്ള വാക്സിന് ശേഷം അവർ വായുന്ന നുരമ്പതം വന്നിട്ടും അസുഖം വന്നിട്ടും ബോഡി ഡാമേജ് ആയിട്ടും പല സ്ഥലത്തും കെടുക്കുകയാണ് അവർ. ഇപ്പോഴും കോളുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പം 2 കേസ് എടപ്പാളിൽ വന്ന കേസിൽ ഞാൻ വണ്ടി അടിച്ച് ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയ ഒരു കുഞ്ഞിന് വയ്യാണ്ടായി. ഇപ്പോൾ വാക്സിൻ എടുത്തതിന്റെ ശേഷമാണ് അത് തളർന്നെടുക്കുന്നത്. ഇപ്പൊ വേറൊരു കേസ് ഇപ്പം കണ്ടിരിക്കും. കാരണം കാച്ചനെറ്റിലിട്ടൊരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട്, അത് കുട്ടിയാണ്, ആ കുട്ടീനെ ഇട്ടുകൊണ്ട് തന്നെ അടുത്ത കുട്ടീനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമിക്കുക. അപ്പൊ ഈ കാച്ചനെറ്റിൽ കിടന്ന കുട്ടി വീഴാണ്, തല കീഴായിട്ട് വന്ന് അതിന് തല ഡാമേജ് ആവാണ്. എന്റെ പല കൂട്ടുകാർ ഡോഗ് കാച്ചർമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ വാക്സിന് വേണ്ടി പോകുന്നുണ്ട്. എനിക്ക് അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. നിങ്ങൾ ഒരിച്ചിരി അനുകമ്പ, ഒരിച്ചിരി കാരുണ്യം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോട് ഇച്ചിരി മനുഷ്യത്വം കാട്ടുക. അതൊരു ജീവനാണ് എന്നുള്ളത്. അല്ല നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഓർത്തോ നിങ്ങളുടെ കാര്യം നടക്കുവാൻ വേണ്ടി ദയവ് ചെയ്തിട്ട്, ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തില്ല, നിങ്ങളോടുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പറയണേ. എന്നെയും പലരും വിളിച്ചിരുന്നു. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു കേസാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അത് രോഗബാധിതയായ കുട്ടിയാണോ